നമസ്കാരം സർ. നമസ്കാരം. കേരളത്തിൽ മാത്രമാണോ കോൺഗ്രസും സി പി എം തമ്മിത്തല്ല് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാഹചര്യം. വാളയാറ് കഴിഞ്ഞ ഇവര് സൗഹൃദപരമായ മത്സരങ്ങളാണ് അധികടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. എം.എ. ബേബി ചെറിയൊരു പരാമർശം നടത്തുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ. സാറിന് എന്താ തോന്നുന്നത് ആ പ്രഖ്യാപനവും പരാമർശങ്ങളും ഒക്കെ കേട്ടപ്പോ? എനിക്കതില് അതിശയം തോന്നിയില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ മാതിരി വാളയാർ വിട്ടു കഴിഞ്ഞാൽ CPM-ഉം കോൺഗ്രസും ദോസ്താണ്. അത് തമിഴ്നാടായാലും തെലങ്കാന ആയാലും വെസ്റ്റ് ബംഗാൾ ആയാലും ത്രിപുര ആയാലും ഇവരെല്ലാം ഒരുമിച്ചാണ് അവിടെ ഇലക്ഷൻ എല്ലാം നിൽക്കുന്നത്. രണ്ടുപേരും കൊടി പിടിച്ചാണ് നടക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള എം.എ. ബേബി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ മെയിൻ എയിം BJP-യെ തോൽപ്പിക്കുക എന്നാണ്. അതിൽ ഞങ്ങൾ കോൺഗ്രസ് ആയിട്ട് സഹകരിച്ച് ഇലക്ഷന് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ അർത്ഥം സിമ്പിളാണ്. കേരളത്തിൽ എന്തിനാ വെറുതെ എത്ര കാശ് ചെലവാക്കി ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ നടത്തുന്നത്? CPM-ഉം നമ്മുടെ കോൺഗ്രസും കൂടിയിട്ട് ഡീലിൽ വന്നാൽ മതി. UDF-ന് എത്ര സീറ്റ്, LDF-ന് എത്ര സീറ്റ്, പിന്നെ ഈ പറഞ്ഞാൽ വേണമെങ്കിൽ BJP-ക്ക് 2 എണ്ണം വിട്ടുകൊടുക്കാം. അവിടെയും നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം. BJP കോൺഗ്രസിന്റെ CPM-ന്റെ ഒരൊറ്റ പ്രതിനിധി ഉണ്ടാവുള്ളൂ, ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവുള്ളൂ. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് CPI-ക്കാർ നിൽക്കുകയാണെങ്കിൽ വേറെ ആരും നിൽക്കാൻ പാടില്ല. അതേമാതിരി തിരുവനന്തപുരത്തും അതെ. ഈ പറഞ്ഞാൽ BJP-യുടെ നെക്സ്റ്റ് ടൈം രാജീവ് ചന്ദ്രശേഖർ ആരായാലും കോൺടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആരും നിൽക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി വരാൻ പറ്റും. ഇതിനൊരു റീസണിങ് ഉണ്ട്. അവർക്ക് മനസ്സിലായി CPM എന്ന പാർട്ടിക്ക് ഇപ്പോ കേരളം വിട്ട വേറെ എവിടെ ഒരു റെപ്രസെന്റേഷൻ ഇല്ല. പറയാൻ വേണ്ടിയിട്ട് രാജസ്ഥാനിൽ ഒരു സീറ്റ് ജയിച്ചു, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തന്ന കാരണം 2-3 സീറ്റ് ജയിച്ചു എന്നല്ലാണ്ട് അവർക്ക് തന്നെ നിന്ന് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളം മാത്രമേ. വെസ്റ്റ് ബംഗാളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരെ കംപ്ലീറ്റ് ആയിട്ട് മമതാ ബാനർജി ക്ലീൻ ഔട്ട് ആക്കി. അവിടെ BJP ആണ് ഇപ്പൊ പ്രതിപക്ഷ പാർട്ടി. ത്രിപുരയിൽ ഇവർ അഡ്രസ് ഇല്ലാണ്ട് പോയി. ഇത്ര കാലം ത്രിപുര ഭരിച്ചുന്ന മാണിക് സർക്കാരിനുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോ അവിടെ ഒന്നുമില്ല, ഒരു റെപ്രസെന്റേഷനും ഇല്ല. അവൻ എവിടെയാണുള്ളത്? ബീഹാറിലോ? ബീഹാറിൽ ചിലപ്പോൾ 2-3 സീറ്റ് ജയിച്ചു നിൽക്കാം. അത് അസംബ്ലി ലെവലിൽ. ലോക്സഭ വരുമ്പോൾ ഒന്നും കിട്ടില്ല അവർക്ക്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോൾ CPM-ന് തന്നെ ഇപ്പൊ മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് നിൽക്കണമെങ്കിൽ അതിന് BJP-യുടെ പേര് എടുക്കണ്ടോ, അത് വേറെ കാര്യം. BJP-യെ തോൽപ്പിക്കാനാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ കൂട്ടുന്നത്, അങ്ങനെയല്ല. CPM-ന് ഒരു ഫ്യൂച്ചർ ഇല്ല. CPM-ന് തന്നെ നിന്ന് ജയിക്കാൻ പറ്റുന്നത് വേറെ എവിടെയും പറ്റില്ല. കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോരോ സംസ്ഥാനത്ത് 2-3 സീറ്റ് കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കർണാടകത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 സീറ്റ് സിദ്ധരാമയ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ പറയാൻ പറ്റില്ല. അതേമാതിരി ഈ പറഞ്ഞ മാതിരി വേറെ രാജസ്ഥാൻ അല്ലെങ്കിൽ ബീഹാറിൽ കോൺഗ്രസ് ആയിട്ട് ഒരു ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ തേജസ്വി യാദവിന്റെ പാർട്ടിയുടെ കൂടെ ഇപ്പൊ ജയിക്കുന്ന 1-2 സീറ്റ് ചിലപ്പോൾ 3-4 സീറ്റായിരിക്കും. പക്ഷെ നമുക്കിതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ നടക്കുന്ന ഒരു ഡ്രാമയുണ്ടല്ലോ, ഈ എന്താ പറയാ, അസംബ്ലിയിൽ VD സതീശൻ കൊടുക്കുന്ന സ്പീച്ചും അല്ലെങ്കിൽ സുധാകരൻ പറയുന്ന പ്രസ് കോൺഫറൻസും പിന്നെ ഈ പറഞ്ഞ ജലവീരങ്കിയും മറ്റേ പരിപാടികളൊക്കെ റോട്ടിൽ ഇവരൊരു ഡ്രാമയാണ്. അത് നമുക്കറിയാം. ഒന്നുമില്ല, SFI-ക്കാർ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി KSU-ക്കാർ ഇങ്ങോട്ട് വരും, ഇങ്ങനെ അടി ഉണ്ടാക്കും. പക്ഷെ അവര് പാർട്ടി രണ്ടുപേരും തമ്മിൽ UDF ആയാലും LDF ആയാലും എസ്പെഷ്യലി കോൺഗ്രസും CPM ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, അതിന് സംശയമില്ല. വെറുതെ കേരളത്തിലെ ജനങ്ങളെ എന്താ പറയുക വിഡ്ഢികളാക്കുകയാണ് ഇവര്. ഞങ്ങളെല്ലാം രണ്ട് ഫ്രണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ. അതെങ്ങനെയാവും? നിങ്ങൾ ഒരു സ്ഥലത്തും ഇതെല്ലാം ഭാരതദേശത്തിലാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങള് ഒരു സംസ്ഥാനത്ത് മാത്രം ഞങ്ങൾ ഓപ്പോസിഷനിൽ ഞങ്ങൾ രണ്ടുപേരും വേറെ ആയിട്ട് ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യും, പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച്. അതൊരു ശരിക്കും ആൾക്കാരെ വിഡ്ഢിയാക്കുകയാണ്. അപ്പൊ CPM-ന് ഇനി ക്ലിയർ ആയിട്ട് പറയേണ്ടി വരും, കോൺഗ്രസിനും പറയേണ്ടി വരും, ശരിയാണ്, ഇനി തൊട്ട് കേരളത്തിൽ വരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കോൺടെസ്റ്റ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ UDF-ഉം വേണ്ട LDF-ഉം വേണ്ട, ഒരൊറ്റ ഫ്രണ്ട് മതി. ഞങ്ങൾ തന്നെ അടുത്ത ഇലക്ഷൻ ജയിക്കും. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു പുതിയ ഫ്രണ്ട്, ഇന്ത്യ അലയൻസ്, ഓൾറെഡി അവർക്ക് പേരുണ്ടല്ലോ, ഇന്ത്യ അലയൻസ്. അതിന് തൊട്ട് കോൺഗ്രസ് ഇനി തൊട്ട് കേരളത്തിൽ കോൺടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ അലയൻസ് വേഴ്സസ് BJP. അതായിരിക്കും അടുത്ത് വേണ്ട. രാജീവ് ചന്ദ്രശേഖറിന് തന്നെ ഒക്കെ സജസ്റ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് എം.എ. ബേബി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇത് മീറ്റ് ദ പ്രസ്സിലെ പറഞ്ഞാലും വേറൊരു ഏതോ പ്രൈവറ്റ് മീറ്റിംഗിൽ പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് നടന്ന മീറ്റ് ദ പ്രസ്സിൽ പറഞ്ഞാണ് BJP-യെ തോൽപ്പിക്കുന്നത്. അതാണ് അവരുടെ മെയിൻ എയിം, വേറൊന്നുമില്ല. BJP തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവർക്കൊരു എന്താ പറയാ, ഇവരൊരു സ്ട്രാറ്റജി ഇല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ BJP കമ്മ്യൂണൽ പാർട്ടിയാണ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ SDP-യുടെയും മറ്റവരെയും കാല് പിടിച്ചിട്ടാണ് ഇവരൊക്കെ ഇലക്ഷൻ ജയിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗ് ഉണ്ട്.
ഇവരാരും കമ്മ്യൂണൽ അല്ല. പക്ഷെ BJP ഹിന്ദുത്വം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കമ്മ്യൂണൽ ആവും. ഇതെനിക്ക് മനസ്സിലാവാത്തത്. കമ്മ്യൂണലിസത്തിന്റെ എന്താണ് ഡെഫിനിഷൻ ഇവരുടെ? ആരെങ്കിലും ഹിന്ദുത്വം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്മ്യൂണൽ ആവും. പക്ഷെ അതേ സമയത്ത് ഇസ്ലാമിനെ പറ്റിയ ബാക്കി ഏത് ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും കമ്മ്യൂണൽ അല്ല. ഓക്കെ, ഇതാണൊരു എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് ഡെഫിനിഷൻ. ഇവർ പറയും സെക്യുലർ ആണ് ഞങ്ങൾ എന്ന് പറയും. എന്താണ് സെക്യുലറിസത്തിന്റെ മീനിങ് എനിക്ക് ചോദിക്കാനുണ്ട് ഇവരുടെ അടുത്ത്. നിങ്ങളിത് പറഞ്ഞു ഡിക്ഷണറി തുറന്നിട്ട് ഇവരുടെ അടുത്ത് നോക്കാൻ പറയും. സെക്യുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ, ഇത് പണ്ട് ഇന്ദിരാഗാന്ധി 71 എമർജൻസിയുടെ സമയത്ത് കൊണ്ടുവന്ന അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലർ എന്നുള്ള വാക്കില്ല. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ്. അത് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഹൗസ് ഓഫ് ലോർഡ്സിൽ. നിങ്ങൾ ഞങ്ങളെ വന്ന് ചൊറിയാണ്ടിരിക്കുക, ഞങ്ങൾ അവിടെ വന്ന് ചൊറിയാണ്ടിരിക്കുന്ന ബിഷപ്പുമാരും അവിടുത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയും കൂടി അവർ നടത്തിയ ഒരു അഗ്രിമെന്റ് ആണ്. അങ്ങനെയാണ് സെക്യുലറിസം വന്നത്. ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ് ആർ സെപ്പറേറ്റ്. പക്ഷെ നമ്മുടെ അവിടെ ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ, എന്തിനാ അത്? അപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു നിയമം, ബാക്കിയുള്ളവർക്ക് വേറെ നിയമമാണ് അവിടെ നമ്മുടെ നാട്ടിൽ. ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ സ്ഥലത്തും ഇതേമാതിരി പരിപാടികളുണ്ട്. ചില സ്ഥലത്ത് എൻഡോമെന്റ് മിനിസ്ട്രി എന്ന് പറയും, ചില സ്ഥലത്ത് വേറെ പേര് കൊടുക്കും. നമ്മുടെ അവിടെ ദേവസ്വം എന്ന് പറയും. ഈ ദേവസ്വം ഹിന്ദു അമ്പലങ്ങൾക്ക് മാത്രം എന്തിനാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, കമ്മ്യൂണലിസം ഈ പറഞ്ഞു നടക്കുന്ന CPM ചോദിക്കാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ദേവസ്വം മന്ത്രി നിങ്ങളുടെ ക്യാബിനറ്റിൽ? ഇതാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി കോൺഗ്രസും CPM ഇനി കൂടി മത്സരിക്കണം. അതാണ് എനിക്കും പറയാനുള്ളത്. വെറുതെ കേരളത്തിലെ ജനങ്ങള് അവരൊരു സമയം കളയേണ്ട ആവശ്യമില്ല, വെറുതെ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല. പാർട്ടികൾ ഇവർ തമ്മിൽ ഒരു വിഭജിച്ചെടുത്താൽ മതി. നിങ്ങൾ അത്ര സീറ്റ് ജയിച്ചോളൂ, ഞങ്ങൾ അത്ര സീറ്റ് ജയിക്കാം. വേണമെങ്കിൽ BJPക്ക് 2 സീറ്റ് വിട്ടു കൊടുക്കാം, അവരതിൽ കോൺടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. എനിക്ക് അതാ തോന്നുന്നത്. അതെ സർ, കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് സത്യമായിട്ട് തന്നെയാണ്. കോൺഗ്രസ് CPM 2 ചേരികളായിട്ട് മത്സരിക്കുക, ഇന്ത്യൻ സഖ്യത്തിൽ ഇവർ ഒന്നിച്ചിരിക്കുക, അതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവരെല്ലാം BJP ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സാറിന് എന്താ തോന്നുന്നത്, ഒരു ഭാവി ഒരു ഇലക്ഷൻ വരുമ്പം ഇത്തരത്തിലുള്ള MA ബേബിയുടെ പരാമർശവും മറ്റുള്ള അവരുടെ സമീപനങ്ങളും പ്രതികൂലമായിട്ടല്ലേ ബാധിക്കുക? BJPക്ക് ഗുണം ചെയ്യില്ലേ അത്? അത് ആൾക്കാർ നമ്മുടെ അവിടുത്തെ വോട്ടേഴ്സിന് മനസ്സിലായി തുടങ്ങിയില്ല. അതല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത്. വേറെ കാര്യമല്ല തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുനമ്പത്ത് നടന്ന ഇൻസിഡന്റ് കണ്ടിരുന്നത്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ നമ്മൾ കണ്ടു BJP മോദിയെ ജയ് വിളിച്ചു അവിടുത്തെ ആൾക്കാർ മുനമ്പത്ത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിന്റെയും CPM വിചാരം ഈ കമ്മ്യൂണൽ BJP കമ്മ്യൂണൽ പോയ്സൺ. BJP വന്നു കഴിഞ്ഞാൽ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയാം ഈ രാഷ്ട്രത്തിലെ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി വരച്ചത് കോൺഗ്രസ് ആണ്. എത്ര പ്രാവശ്യം? എമർജൻസിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പരിപാടി ഒന്നുമില്ലാണ്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൾ ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ്. അത് അംബേദ്കറിനെ ഒരു ഇൻസൾട്ട് ചെയ്ത മാതിരിയാണ്. എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഇവര് തമ്മിൽ ഈ പറഞ്ഞ വെറുതെ ഒരു ഡ്രാമയാണ് കേരളത്തിൽ നടക്കുന്നത്. വെറുതെയാണ് VD സതീശൻ കിടന്ന് അസംബ്ലിയിൽ കിടന്ന് ചൂടാവണത്, പിണറായി വിജയൻ വേറെന്ന് പറയുന്നത്, പിന്നെ പുറത്ത് സുധാകരനും ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്, ഗോവിന്ദ മാഷ് CPM ഇതുകൊണ്ട് പറയുന്നതൊക്കെ ഇതൊക്കെ വെറുതെ വേസ്റ്റാണ്, ഒരു ഡ്രാമയാണ്. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവർ BJPയെ തോൽപ്പിക്കുക എന്ന് മാത്രമാണ് ഇവര് സിംഗുലറിയം. ഇവർക്കറിയാം സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ ഇവര് BJPയെ തോൽപ്പിക്കാൻ പറ്റില്ല. നാളെ കേരളത്തിൽ BJP അടിച്ചു കയറുന്നത്. അതാണ് MA ബേബിക്ക് ഒരു പേടി. ബിക്കോസ് ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പാർട്ടി എവിടെ ഇല്ല. ഇവരെയൊക്കെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാനുള്ള സമയമായി കഴിഞ്ഞപ്പോൾ CPM എന്നൊരു പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി. ബിക്കോസ് അത്രയേ ഉള്ളൂ പാർട്ടി കഴിഞ്ഞു. അത് എവിടെയില്ല. ലോകത്ത് ഇപ്പൊ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് ഔട്ടായി. ചൈനയായിരുന്നു ഒരു കമ്മ്യൂണിസത്തിന്റെ കേന്ദ്രം. പക്ഷെ ചൈന ഇപ്പോൾ US-നെക്കാട്ടും കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് ആണ്. അവരാണ് ബൂർഷ്വോ അവിടുത്തെ ഏറ്റവും വരും. അപ്പൊ ഈ പറഞ്ഞ മാതിരി നാളെ MA ബേബി അല്ല, പിണറായി വിജയനും VD സതീശനും കൂടി കൈകോർത്ത് ഒരുമിച്ച് നിന്ന് ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാണ് കേരളത്തിൽ നല്ലത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.